വൈകുണ്ഠനാഥനെ കാണുവാനങ്ങനെ സനകാദി മുനിമാരും വന്നുവല്ലോ. ഭഗവാന്റെ ദർശന സന്തോഷ സൗഭാഗ്യം തടഞ്ഞല്ലോ കാവലാം പാലകന്മാർ. വൈകുണ്ഠ കാവലാൽ ജയവിജയന്മാർക്കിതാ സനകാദി മുനിമാർ തൻ ശാപമേറ്റു. കൃതായുഗ കാലത്ത് ഹിരണ്യാക്ഷ ജന്മം കൊണ്ടു. ഹിരണ്യാക്ഷനെ ഇതാ ശ്രീഹരി വിഷ്ണു വരാഹരൂപത്താൽ വധിച്ചിടിനാൾ. തന്മൂലം ക്രോധത്താൽ ഉഗ്രതപസ്യനാൽ അമരത്വം നേടാനുറച്ചു ദൈത്യൻ. വൈരാഗ്യബുദ്ധിയാൽ ബ്രഹ്മാവിനെ തൻ തപശക്തി കൊണ്ടങ്ങുണർത്തി ദൈത്യൻ. അമരത്വം നൽകില്ല മറ്റെന്തും ചോദിക്കു, വരദാനം നൽകിടാം ബ്രഹ്മജ്ഞാനം. ഇതു കേട്ടു ഹിരണ്യകശിപു നിന്നു തൽക്ഷണം ചിന്തിച്ചു ബുദ്ധിയാലൊരു വരത്തെ. മണ്ണിലോ വിണ്ണിലോ രാത്രിയോ പകലിലോ അകമേയോ പുറമേയോ ഒന്നുകൊണ്ടും ദൈത്യനോ ദേവനോ നരനോ മൃഗത്തിനോ ഈ വിധമാർക്കും വധിക്കുവാനാവാതെ അങ്ങനെയുള്ള വരം നൽകി എന്നെ അനുഗ്രഹിച്ചിടുമോ ബ്രഹ്മദേവാ. വിചിത്രമായുള്ളൊരു വരമങ്ങു നേടിയ ഹിരണ്യകശിപു അഹങ്കാരിയായി മൂന്നു ലോകങ്ങളും കീഴടക്കി വാണു. അധർമ്മത്താൽ ലോകം ഇരുട്ടിലാഴ്ത്തി. ഞാനാണ് ദൈവം എന്നെ ഭജിച്ചിടൂ, ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞ കേട്ടു. പുത്രനാം ഭക്തപ്രഹ്ലാദൻ തന്നുടെ ഉള്ളിലെ ദേവനെ പൂജിച്ചതും. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇതു കേട്ടു ക്രോധിതനായൊരു ദൈത്യനു പുത്രവധത്തിനായി തുനിഞ്ഞിറങ്ങി. എവിടുണ്ടു നിൻ ദേവൻ നാരായണൻ, അവൻ ഇവിടുണ്ടോ എങ്കിൽ നീ കാണിച്ചുതാ. തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും ഓരോരോ അണുവിലും ഭഗവാനുണ്ട്. ഇതു കേട്ടു ആക്രോശഭാവത്താൽ ഒരു തൂണിൽ തൊട്ടു മുരണ്ടു ആ ദൈത്യനപ്പോൾ. ഇതിലുണ്ടോ നിന്റെയാ നാരായണൻ എങ്കിൽ കാണട്ടെ ഞാൻ നിന്റെ ശ്രീഹരിയെ. എട്ടു ദിക്കങ്ങനെ പൊട്ടുമാറുച്ചത്തിൽ ശ്രീഹരി തൂണു പിളർന്നു വന്നു. നരസിംഹരൂപത്തിൽ ദേവീ സമേതനായി നിൽക്കുന്ന ശ്രീരൂപം ഗുരുവായൂരിൽ.